അടുത്തതായി HCC പവർ ടൂൾസിനെ പറ്റിയാണ്. HCC പവർ ടൂൾസ് എന്ന് പറയുകയാണെങ്കിൽ 1998 ഒരു കൂട്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പേർട്ടുകൾ സ്ഥാപിതമായ ഒരു OEM കമ്പനിയാണ്. OEM കമ്പനി എന്ന് പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് HCC. അവരുടെ മോട്ടീവ് എന്ന് പറയുകയാണെങ്കിൽ കുറഞ്ഞ പ്രൈസിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമറെ എത്തിക്കുകയാണ്. നമ്മുടെ ന്യൂ ഇന്ത്യ എഞ്ചിനീയറിംഗ് സ്റ്റോഴ്സിൻ്റെ കഴിഞ്ഞ കാലത്തെ സെയിൽസ് പരിശോധിക്കുകയാണെങ്കിലും നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും അത് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. അത് എന്തെന്ന് നമുക്ക് കൂടുതൽ തുടർന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവരുടെ ഡിസൈൻസ് ആകാം, അവരുടെ ടെക്നോളജി ആകാം, ഒട്ടനവധി ക്വാളിറ്റി സ്പെക്കുകൾ അതിനകത്ത് നമുക്ക് കാണുന്നതായിരിക്കാം. ജസ്റ്റ് ഒരു ആംഗിൾ ഗ്രൈൻഡറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഹൗസിങ് തിൻ ഹൗസിങ് ആയിരിക്കും, വെയിറ്റ് കുറഞ്ഞതും കസ്റ്റമറിന് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ ഒരു എർഗോണമിക് ഡിസൈനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിലെ മറ്റുള്ള മോഡൽസിനെക്കാളിലും കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയ രീതിയിലാണ് ഈ ഒരു മോഡലുകൾ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആംഗിൾ ഗ്രൈൻഡർ മാത്രമല്ല, ഇത് ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഈസി റിമൂവബിൾ ആയിട്ടുള്ള കാർബൺ ബ്രഷുകൾ, അതേപോലെ ഫിൽട്രേഷൻ, അങ്ങനെയുള്ള ഒട്ടനവധി പ്രത്യേകതകളും അവർക്ക് ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള ഒരു മോഡലാണ് 9547 എന്നൊരു മോഡലാണ്. 4 ഇഞ്ചിൻ്റെ ആംഗിൾ ഗ്രൈൻഡറാണ്. അതുപോലെ 5 ഇഞ്ചിൻ്റെ ആംഗിൾ ഗ്രൈൻഡറുണ്ട്. മേലോട്ടുള്ള ഡിസൈൻസ് എല്ലാം അവർ നോക്കുന്നത് എർഗോണമിക്കലി ഡിസൈൻസ് ആണ്. വെയിറ്റ് കൂടുന്തോറും കസ്റ്റമർ ഈസി ആയിട്ട് പിക്ക് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ഡിസൈൻസുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാർബിൾ കട്ടർ നോക്കുകയാണെങ്കിലും നമുക്കും കൊടുത്ത കസ്റ്റമേഴ്സിനെല്ലാം സാറ്റിസ്ഫൈഡ് ആയുള്ള മോഡൽസുകളാണ്. ഈസി റിമൂവബിൾ ആയിട്ടുള്ള കാർബൺ ബ്രഷുകൾ, കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ്, വെയിറ്റ് കുറവുള്ളതും അതിൻ്റെ ആർമേച്ചർ ഡ്യൂറബിളുമായിട്ടുള്ളതാണ്. HCCയെ പറ്റി പറയുകയാണെങ്കിൽ HCCയുടെ പ്രോഡക്റ്റുകളെല്ലാം ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രീമിയം കസ്റ്റമേഴ്സിന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽസുകളാണ് HCC. എന്നാൽ നമുക്ക് അഫോർഡബിൾ ആയുള്ള പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. മാർബിൾ കട്ടർ തന്നെ നമുക്ക് 4 ഇഞ്ച് 5 ഇഞ്ച് രീതിയിൽ പല മോഡൽസുകൾ നമുക്ക് അവൈലബിൾ ആണ്. വ്യത്യസ്തമായ മോഡൽസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അവരുടെ ഒരു ഡ്രില്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ക്ലിപ്പ് ഹോൾഡ് രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ബ്രാൻഡുകൾക്ക് പേറ്റൻറ്റ് കൊടുക്കാത്ത രീതിയിലാണ് ഈ ഒരു ഡിസൈൻ അവർ ചെയ്തിരിക്കുന്നത്. ഡ്രില്ലിൽ തന്നെ നമുക്ക് 6mm മുതൽ 28 വരെയുള്ള മൾട്ടിപ്പിൾ സീരീസ് നമുക്ക് അവൈലബിൾ ആണ്. ഡെമോളിഷൻ ഹാമറിലേക്ക് പോവുകയാണെങ്കിൽ ഡെമോളിഷൻ ഹാമറും ഇപ്പോൾ മാർക്കറ്റിൽ ഒട്ടനവധി വൻകിട കൺസ്ട്രക്ഷൻ കമ്പനികളാണ് നമ്മളിലേക്ക് എടുക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും നമുക്ക് കൂടുതൽ സെയിൽസ് ഉള്ള മോഡൽസിലാണ് ഡെമോളിഷൻ ഹാമറുകൾ. ഡെമോളിഷൻ ഹാമറിൽ നമുക്ക് 3 kg, 7 kg, 10 kg, 11 kg ഉള്ള മോഡൽസ് ഉണ്ട്. ഇതിനകത്ത് 16 kg കൂടുതൽ സെയിൽസ് ഉള്ള മോഡലാണ് 2115 എന്നുള്ള ഹെവി ഡ്യൂട്ടി മോഡൽസുകൾ. ഇന്നത്തെ ഒട്ടനവധി വൻകിട പ്രോജക്റ്റുകളിലെല്ലാം നമ്മുടെ ഈ ഒരു മോഡൽസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വുഡ് കട്ടിംഗ് സീരീസും അവർക്കുണ്ട്. വുഡിങ് സീരീസിൽ നമുക്ക് വേറെ മോഡൽസുകളുണ്ട്. വുഡിങ് സീരീസിൽ അവരുടെ സാൻഡറി മെഷീൻസ് അവർ നോക്കുകയാണെങ്കിൽ ഒരു ഈസി വാക്വം ക്ലീനറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈസി വാക്വം ക്ലീനറിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ബാഗ് രീതിയിലും അവർക്ക് ആ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സാൻഡറിങ് രീതിയിൽ നമുക്ക് മറ്റുള്ള മോഡൽസിലും നമുക്ക് അവൈലബിൾ ആണ്. മറ്റുള്ള റേഞ്ചിൽ റൂട്ടർ, ട്രിമ്മർ, വുഡിങ് രീതിയിലുള്ള മറ്റു മോഡൽസിലും നമുക്ക് അവൈലബിൾ ആണ്. HCC നിങ്ങളോട് പരിചയപ്പെടുത്തിയതുപോലെ HCC നമ്മുടെ കസ്റ്റമറും അവരുടെ എയിമും പോലെ അവർ HCCയുടെ മോട്ടീവ് പ്രകാരം തന്നെ കുറഞ്ഞ ചിലവിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമറിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തെ സെയിൽസ് നോക്കിയതുപോലെ HCCയുടെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ഇതുപോലെ ആയിരുന്നു. അതുപോലെ തന്നെ ബാറ്ററി സീരീസിലും അവർക്ക് പ്രോഡക്റ്റുകളുണ്ട്. ബാറ്ററി സീരീസിൽ 6mm ചെറിയ ഡ്രില്ലുകൾ, അതേപോലെ തന്നെ മൾട്ടി സീരീസിലുണ്ട്. ഈ ടൈൽ വൈബ്രേറ്റർ എന്ന മോഡൽസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൈൽ ഫിക്സ് ചെയ്യാനുള്ള ഉപകരണമായി ഈ ഒരു മോഡൽസുകൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. താങ്ക് യു എല്ലാം.